അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. ഹലോ, ഇന്ന് നമ്മൾ മുളക് കൊണ്ടാട്ടം ഉപയോഗിച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടായ പാനിലേക്ക് മുളക് വറുത്ത് കോരാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മുളക് ഇട്ട് കൊടുക്കുക. ചെറിയ ചൂടിലാണ് ഇത് വറുത്ത് കോരേണ്ടത്. മുളക് രണ്ട് സൈഡും കളർ മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഈ പാനിലേക്ക് തന്നെ 1 സ്പൂൺ കടുകിടുക. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഒരു പിടി കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള കൊണ്ടാട്ട മുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ റോയൽ മാർക്കിൻ്റെ കൊണ്ടാട്ട മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കട്ട തീർത്ത് മാറ്റി വെച്ചിരിക്കുന്ന തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഇതിലെ ഉപ്പ് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതിനാൽ നമ്മൾ ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റി ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കും